എവ്രിവൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ സൺഡേയ്സിലും നമ്മുടെ ചാനൽ വഴി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എല്ലാ വീക്കിലും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് കണ്ട് പഠിച്ച് കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ സൺഡേയ്സിലും നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. മൺഡേ ടു സാറ്റർഡേ അല്ലാത്ത ക്ലാസ്സുകളും നമുക്കുണ്ട്. ന്യൂ എസ് സി ആർ ടിയുടെ ക്ലാസ്സസും മൺഡേ ടു സാറ്റർഡേ നമ്മൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതിനായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളും മറ്റ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ആപ്പിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ മിസ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടെലിഗ്രാമിലൂടെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ് ആണ്. 2026 ഫെബ്രുവരി 14 ഗെയിംസ് ആരംഭിക്കുന്നത്. ഭാഗ്യചിഹ്നം മോർ വീർ എന്നതാണ് മാസ്കോട്ട്. ഈ ഒരു ഗെയിംസിൻ്റെ മാസ്കോട്ട് മോർ വീർ ആണ്. ആകെ 7 കായിക ഇനങ്ങളിലായിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ് ആണ്. സംസ്ഥാനത്ത് അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കോഴിക്കോടാണ്. കോഴിക്കോട്. സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ്. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സുഖ് അഥവാ മാർക്കറ്റ് നിലവിൽ വരുന്നതും കോഴിക്കോട് തന്നെയാണ്. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് സുഖ് നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടാണ്. 2026 കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം. 2026 കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. കിംബർലി പ്രോസസ് എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായിട്ട് ഖനനം ചെയ്യുന്നതും വിമത ഗ്രൂപ്പുകൾ സർക്കാരുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പണം കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വജ്രങ്ങളുടെ വ്യാപാരമുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെ ബ്ലഡ് ഡയമണ്ട് എന്നാണ് പറയുന്നത്. ബ്ലഡ് ഡയമണ്ട് വ്യാപാരം എന്നാണ് പറയുന്നത്. ഈ ബ്ലഡ് ഡയമണ്ട് വ്യാപാരം തടയുക എന്നതാണ് ഈ ഒരു കിംബർലി പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിംബർലി പ്രോസസ്സിൻ്റെ 2026 അന്താരാഷ്ട്ര കൂട്ടായ്മയായിട്ടുള്ള കിംബർലി പ്രോസസ്സിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇന്ത്യയാണ്. ബ്രിക്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രാജ്യാന്തര ഉച്ചകോടി 2026 നവംബറിൽ വേദിയാകുന്നത് കുമരകത്ത് വെച്ചാണ്. ബ്രിക്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രാജ്യാന്തര ഉച്ചകോടി 2026 നവംബറിൽ നടക്കുന്നു. അതിന് വേദിയാകുന്നത് കുമരകമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 2026 3 പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. 2025 ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി എന്ത് അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ 2026 3 പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവയാണ് മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം എന്നിങ്ങനെ. ഒന്ന് മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, 2 സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം,
3 അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. അങ്ങനെ പ്രധാനമായിട്ട് 3 എണ്ണമാണ് 3 പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് 2026 UN പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞതൊന്ന് റിവൈസ് ചെയ്യാം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. സംസ്ഥാനത്ത് അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നു. എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സുഖ് അഥവാ മാർക്കറ്റ് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. 2026 ജനുവരി മുതൽ കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഉൾപ്പെടെ 86 രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണ് കേട്ടോ. ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര ഉച്ചകോടി 2026 നവംബറിൽ നടക്കുന്നു. അതിൻ്റെ വേദി കുമരകമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 2026 3 പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങളായി പ്രഖ്യാപിച്ചു. എന്തൊക്കെയാണ്? മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷമാണ് 2026. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷമാണ് 2026. അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷമാണ് 2026. അങ്ങനെ 3 പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങളാണ് 2026. അടുത്ത സെറ്റ് ചോദ്യം. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ 2026-29 കാലഘട്ടത്തിലെ അത്ലറ്റ്സ് കമ്മീഷൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധു ആണ്. PV സിന്ധു. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2026-2029 വർഷത്തെ അത്ലറ്റ്സ് കമ്മീഷൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധു. PV സിന്ധു ആണ്. PV സിന്ധു. റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡിനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഈ അടുത്തിടെ അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ച ആദ്യ രാജ്യമാണ് ഇസ്രായേൽ. റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡിനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യമാണ് ഇസ്രായേൽ. അടുത്ത ചോദ്യം. ജമ്മു കാശ്മീരിൽ 260 മെഗാവാട്ടാണ് കേട്ടോ. മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്ന നദി ഏതാണ്? ഇവിടെ പറഞ്ഞതുപോലെ ജലവൈദ്യുത പദ്ധതിയും നദികളും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ PSC ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ ജമ്മു കാശ്മീരിൽ 260 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുകയാണ്. ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ്. അടുത്തത്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ അടുത്തിടെ മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മണ്ണ് പരിശോധനയിൽ ഒരു നിശ്ചിത ധാതുവിൻ്റെ അംശം വളരെ അധികമായിട്ട് വർദ്ധിച്ചതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അത് ഏത് ധാതുവാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അലുമിനിയം ആണ് കേട്ടോ. അലുമിനിയം. കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിൽ അലുമിനിയത്തിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് എന്ന് കണ്ടെത്തി. ഏകദേശം 334 ppm വരെയാണ് ഈ ഒരു അലുമിനിയത്തിൻ്റെ അളവ് ഉള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നെൽകൃഷിക്ക് നമ്മുടെ മണ്ണിൽ അനുവദനീയമായിട്ടുള്ള അലുമിനിയത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വെറും 2 ppm ആണ്. അപ്പോൾ ഈ പറഞ്ഞ ആവശ്യത്തിനുള്ള നെല്ലിന് ആവശ്യമായിട്ടുള്ള അലുമിനിയത്തിൻ്റെ അളവിനേക്കാളും ഒരുപാടധികം അലുമിനിയത്തിൻ്റെ അംശം ഈ കുട്ടനാട്ടിലെ മണ്ണിൽ നിന്ന് കണ്ടെത്തി. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ അടുത്തിടെ നടത്തിയ മണ്ണ് പരിശോധനയിൽ ഏത് ധാതുവിൻ്റെ അംശത്തിൻ്റെ അളവാണ് വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്? അലുമിനിയത്തിൻ്റെ അംശമാണ്. ഇന്ത്യയിലെ ഗ്രാമീണ റോഡ് ഗതാഗത സൗകര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന അടുത്തിടെ ഒരു നിശ്ചിത വർഷം പൂർത്തിയാക്കി. എത്രയാണ്?
25 വർഷമാണ് പൂർത്തിയാക്കിയത്. 25 വർഷം പൂർത്തിയാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാർഷികങ്ങൾക്ക് PSC ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ എത്ര വർഷം പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് 25 വർഷം പൂർത്തിയാക്കിയത് കൊണ്ട് ഗ്രാം സഡക്ക് യോജനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമീണ റോഡുകളുടെ ഗതാഗത സൗകര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന എന്നത്. ഇത് അടുത്തിടെ 25 വർഷം പൂർത്തിയാക്കി. 2000 ഡിസംബർ 25-നാണ് ഈ പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന ആരംഭിച്ചിട്ടുള്ളത്. അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ ഒരു പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത്. അപ്പോൾ 2000 ഡിസംബർ 25-നാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്തത് 2036 ചന്ദ്രനിൽ ആണവോർജ നിലയം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി ഒരു രാജ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ് ആ രാജ്യം? റഷ്യയാണ്. റഷ്യ 2036 ചന്ദ്രനിൽ ആണവോർജ നിലയം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യമാണ് റഷ്യ. ഇത്രയും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ 2026-29 വർഷത്തെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധുവാണ്. PV സിന്ധു. റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡിനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ. ജമ്മു കാശ്മീരിൽ 260 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്ന നദി ചെനാബ് നദിയാണ്. ചെനാബ് നദി. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ അടുത്തിടെ നടത്തിയ മണ്ണ് പരിശോധനയിൽ ഏത് ധാതുവിൻ്റെ അംശത്തിൻ്റെ അളവാണ് വർദ്ധിച്ചതായി കണ്ടെത്തിയത്? അലുമിനിയത്തിൻ്റെ അംശം. ഇന്ത്യയിലെ ഗ്രാമീണ റോഡ് ഗതാഗത സൗകര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന അടുത്തിടെ എത്ര വർഷമാണ് പൂർത്തിയാക്കിയത്? 25 വർഷമാണ്. 25 വർഷം പൂർത്തിയാക്കി. 2036 ചന്ദ്രനിൽ ആണവോർജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം റഷ്യയാണ്. റഷ്യ. അടുത്ത സെറ്റ് ചോദ്യം. ഒരു അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഏത് അന്തർവാഹിനിയിലാണ് ഈ യാത്ര നടത്തിയത്? ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ക്ലിയറായി പറയുകയാണെങ്കിൽ, APJ അബ്ദുൽ കലാമിന് ശേഷം ഒരു അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു മാറി. ഏത് അന്തർവാഹിനിയിലാണ് ഇദ്ദേഹം, ദ്രൗപദി മുർമു, നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു യാത്ര നടത്തിയത്? INS വാഗ്ഷീർ ആണ്. INS വാഗ്ഷീറിലാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ശേഷം അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇദ്ദേഹം, ദ്രൗപദി മുർമു. APJ അബ്ദുൽ കലാം 2006-ലാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം 2006-ലാണ് അന്തർവാഹിനിയിൽ യാത്ര ചെയ്തത്. കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്ന് തദ്ദേശീയ അന്തർവാഹിനിയിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്നത്, ദ്രൗപദി മുർമു ആണ്. APJ അബ്ദുൽ കലാമിന് ശേഷം അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അന്തർവാഹിനി ഏതാണ്? INS വാഗ്ഷീർ ആണ്. INS വാഗ്ഷീർ. 2025 അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കലാസംവിധായകൻ ആരാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. ഇതിൻ്റെ കലാസംവിധായകൻ K. ശേഖർ 2025 അന്തരിച്ചു. 2025 അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രത്തിൻ്റെ കലാസംവിധായകൻ ആരാണ്? K. ശേഖറാണ്. K. ശേഖർ. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കലാസംവിധായകനായിരുന്നു K. ശേഖർ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ചീങ്കണ്ണിപ്പുഴ. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം.
ഒരു അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. അദ്ദേഹം ഏത് അന്തർവാഹിനിയിലാണ് യാത്ര നടത്തിയത്? INS വാഗ്ഷീറിലാണ്. INS വാഗ്ഷീർ. 2025 അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കലാസംവിധായകൻ ആരാണ്? കെ ശേഖറാണ്. കെ ശേഖർ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ചീങ്കണ്ണിപ്പുഴ. അടുത്തത്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ ദേശീയ അത്ലറ്റ് ഫോറം എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് ദേശീയ അത്ലറ്റ് ഫോറം സംഘടിപ്പിക്കുന്നത്. പ്രഥമ ദേശീയ അത്ലറ്റ് ഫോറം എവിടെയാണ് നടക്കുന്നത്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിലാണ്. കായിക ഭരണ നിർവഹണത്തിൽ കായിക താരങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അതുപോലെ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രഥമ ദേശീയ അത്ലറ്റ് ഫോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഫോറം സംഘടിപ്പിക്കുന്നത്. എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ്. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണെന്നറിയാമോ? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ, നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അറിയാത്തവരും കൂടെ ഒന്ന് പഠിച്ചോട്ടെ. അടുത്തത്, അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി, അതായത് എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം. ഇപ്പോൾ ഇത് PSC ഒരു ട്രെൻഡായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷി സങ്കേതങ്ങൾ, അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്ക്, ദേശീയോദ്യാനങ്ങളുടെ പേരെടുത്തിട്ട് ഇത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്തിടെയാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പാർവതി അർഗ പക്ഷി സങ്കേതത്തെ പ്രഖ്യാപിച്ചത്. എക്കോ സെൻസിറ്റീവ് സോൺ അഥവാ പരിസ്ഥിതി ലോല പ്രദേശം, എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പാർവതി അർഗ പക്ഷി സങ്കേതത്തെ പ്രഖ്യാപിച്ചു. ഏത് സംസ്ഥാനത്താണ് പാർവതി അർഗ പക്ഷി സങ്കേതം? ഉത്തർപ്രദേശത്താണ്. ഉത്തർപ്രദേശിലാണ് പാർവതി അർഗ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് ആണ് കേട്ടോ. സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? സ്കീയിങ് എന്നാൽ നമുക്കറിയാം, സ്ലെഡ്ജുകളില്ലേ, ഈ മഞ്ഞിനുള്ള നാടുകളിൽ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു യാത്ര ചെയ്യുന്ന സംവിധാനം, സ്ലെഡ്ജുകൾ. അപ്പോൾ ഈ സ്ലെഡ്ജുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു സ്കീയിങ് എന്ന് പറയുന്നത്. ഈ സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി, ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. -30°C കഠിനമായിട്ടുള്ള ഒരു കാലാവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് കാമ്യ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ തെന്നുന്ന വണ്ടി എന്ന് പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ സ്ലെഡ്ജുകൾ, ആ സ്ലെഡ്ജുകളിൽ സൂക്ഷിച്ചുകൊണ്ട് 115 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് കാമ്യ ഈ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ ലോകത്തിൽ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടിയാണ് കാമ്യ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയനാണ്. കാമ്യ കാർത്തികേയൻ. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ ദേശീയ അത്ലറ്റ് ഫോറം എവിടെയാണ് നടക്കുന്നത്? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ്. അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കപ്പെട്ട പാർവതി അർഗ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. അടുത്തത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യ ചൈനയെ മറികടന്നുകൊണ്ടാണ് ഒന്നാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്.
ലോകത്തിലെ തന്നെ മൊത്തം അരി ഉൽപാദനത്തിൻ്റെ 28% നമ്മുടെ ഇന്ത്യയിലാണ്. അതുപോലെ ലോകത്തിലെ തന്നെ മൊത്തം അരി കയറ്റുമതിയുടെ 40% നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ചൈനയെ മറികടന്നുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവ സംഘർഷം പ്രമേയമാക്കിക്കൊണ്ട് ഒരു സിനിമ പുറത്തിറങ്ങും. അതിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്നത്. ബാറ്റിൽ ഓഫ് ഗാൽവാൻ. സംവിധാനം ആരാണ്? അപൂർവ ലഖിയാണ് കേട്ടോ. അപൂർവ ലഖിയയാണ് സംവിധാനം. ഓക്കെ. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവ സംഘർഷം പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങുന്ന സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ എന്നത്. ബാറ്റിൽ ഓഫ് ഗാൽവൻ. സംവിധാനം അപൂർവ ലഖിയയാണ് സംവിധാനം. മുംബൈ ആസ്ഥാനമായ അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ് കേട്ടോ. 3-ാം സ്ഥാനമാണ്. മുംബൈ ആസ്ഥാനമാക്കിയിട്ടുള്ള അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഏകദേശം 6.9 ദശലക്ഷം റെയർ ഓക്സൈഡ്സിൻ്റെ ശേഖരമുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് ആഗോളതലത്തിൽ ശേഖരത്തിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം 6 മുതൽ 7% വരെയാണുള്ളത്. നമുക്കിവിടെ 3-ാം സ്ഥാനം, ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുള്ളത്. 1-ാം സ്ഥാനത്ത് ചൈനയാണ്. 2-ാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലാണ്. 3-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. 1-ാം സ്ഥാനത്ത് ചൈന, 2-ാം സ്ഥാനത്ത് ബ്രസീൽ, ഇന്ത്യയുടെ സ്ഥാനം 3-ാമതാണ്. ഈ ഒരു രംഗത്ത് നമുക്ക് ഉയർച്ച നേടുന്നതിനായിട്ട് 2025 ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്നത്. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇതിനായിട്ട് ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവ സംഘർഷം പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങുന്ന സിനിമയാണ് ബാറ്റിൽ ഓഫ് ഗാൽവൻ എന്നത്. ബാറ്റിൽ ഓഫ് ഗാൽവൻ. സംവിധാനം ആരാണ്? അപൂർവ ലഖിയ. മുംബൈ ആസ്ഥാനമായ അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. 3-ാം സ്ഥാനം. 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനം ബ്രസീൽ, 3-ാം സ്ഥാനം ഇന്ത്യയാണ്. അടുത്ത സെറ്റ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലാണ്. തപാലിലൂടെ കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി ഡെൻമാർക്ക് മാറുകയാണ്. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി മാറുകയാണ് ഡെൻമാർക്ക്. അതായത് ഡിജിറ്റൽ യുഗത്തിൽ കത്തുകളുടെ ഉപയോഗം കുറഞ്ഞു എന്നതാണ് ഈ ഒരു തീരുമാനത്തിന് പ്രധാനമായിട്ടുള്ള കാരണം. കത്തുകളുടെ ഈ ഒരു വിതരണം നിർത്തിയെങ്കിൽ കൂടിയും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാഴ്സൽ ഡെലിവറി സേവനങ്ങളൊക്കെ ഡെൻമാർക്കിൽ സർക്കാർ അധീനതയിലുള്ള തപാൽ സർവീസിൽ തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കത്തുകളുടെ വിതരണമാണ് ഇവിടെ പൂർണ്ണമായിട്ടും നിർത്തുന്നത്. അപ്പോൾ സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. പുതുവർഷത്തിൽ US-ൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് ഏതാണ്? എസ്രയാണ്. എസ്ര. പുതുവർഷത്തിൽ US-ൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റാണ് എസ്ര. അതായത്
ഈ എസ്ര എന്ന് പറയുന്ന കാറ്റ് അതിശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയും തണുത്ത കാറ്റും ചേർന്ന ഒരു തരം വിൻ്റർ സ്റ്റോമാണ് എസ്ര എന്ന് പറയുന്നത്. ഇത് ബോംബ് സൈക്ലോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ശീത കൊടുങ്കാറ്റാണ്. ഈ ഒരു ശീത കൊടുങ്കാറ്റാണ് പുതുവർഷത്തിൽ തന്നെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിച്ചുകൊണ്ട് നാശം വിതച്ചിട്ടുള്ളത്. അപ്പോൾ പുതുവർഷത്തിൽ US-ൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ എസ്രയാണ്. എസ്ര. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശിലെ ഗ്രാമം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഗ്രാമമാണ് ഡോങ് എന്ന ഗ്രാമം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശിലെ ഗ്രാമമാണ് ഡോങ്. ഇത് ലോഹിത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഡോങ് എന്ന ഗ്രാമം ലോഹിത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത്. അത് ഓർക്കണം, ചോദിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത്. ഇന്ത്യയിൽ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം സൂര്യരശ്മികൾ പതിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രാമത്തിനെ സൂര്യോദയ ഗ്രാമം, ഡോങ് ഗ്രാമത്തിനെ സൂര്യോദയ ഗ്രാമം എന്ന് വിളിക്കാറുണ്ട്. പിന്നെ നമ്മൾ PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഈ ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോങ് ഗ്രാമത്തിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു സമുദായം, ഒരു ഗോത്ര സമുദായം ജീവിക്കുന്നുണ്ട്. അവരുടെ പേരാണ് മെയോർ എന്നാണ്. ഡോങ് ഗ്രാമത്തിൽ പ്രധാനമായും അധിവസിക്കുന്നത് മെയോർ സമുദായത്തിൽപ്പെട്ടവരാണ് ഡോങ് ഗ്രാമത്തിൽ അധിവസിക്കുന്നത്. ഇനി ഇത് റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലാണ്. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി മാറിയത് ഡെൻമാർക്ക്. പുതുവർഷത്തിൽ US-ൽ വീശിയടിച്ച ശീത കൊടുങ്കാറ്റാണ് എസ്ര കൊടുങ്കാറ്റ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശിലെ ഗ്രാമം ഏതാണ്? ഡോങ് ഗ്രാമം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കറണ്ട് അഫെയർസ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചോ കേട്ടോ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.